മക്കൾ വഴിതെറ്റിപ്പോയാൽ അവരെ തിരുത്താനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്നാൽ ഇക്കാലത്ത് മക്കളുടെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന ചില അച്ഛനമ്മമാരെ കാണാം. കൊല്ലം പുനലൂരിൽ ലൈംഗിക പീഡനം നടത്താൻ മകൻ ഒത്താശ ചെയ്തത് ഒരമ്മയാണ്. കൈകൊട്ടിക്കളി പരിശീലനത്തിനായി വീട്ടിലെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെയും അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ സ്വദേശി ചിക്കുരാജ്, അമ്മ മിനി എന്നിവരാണ് പിടിയിലായത്. വിവരം പുറത്തു പറയരുതെന്ന് പെൺകുട്ടിയെ അമ്മ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. ഒടുവിൽ സ്കൂൾ കൗൺസിലിംഗിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത്. കൈകൊട്ടിക്കളി പരിശീലനത്തിനെത്തിയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ചിക്കുരാജിനെ അതിവിദഗ്ധമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പിടികൂടിയത്. പീഡനത്തിന് ഒത്താശ ചെയ്ത രണ്ടാം പ്രതിയായ അമ്മ മിനിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൈകൊട്ടിക്കളി സംഘത്തിലെ അംഗമായ പെൺകുട്ടിയെ ഗ്രൂപ്പ് കോർഡിനേറ്ററായ മിനിയുടെ മകൻ ചിക്കുരാജ് പുനലൂരിലെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി. 2025 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരമറിഞ്ഞ പ്രതിയുടെ മാതാവ് മിനി കുട്ടിയുടെ വാടക വീട്ടിലെത്തി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിലുണ്ട്. സംഭവം പുറത്തു പറയരുതെന്നായിരുന്നു ഭീഷണി. കുട്ടിയുടെ പെരുമാറ്റത്തിൽ മാറ്റം കണ്ടതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന വിവരം പുനലൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. പ്രതികൾക്കെതിരെ പോക്സോ നിയമം, ബാലാവകാശ സംരക്ഷണ നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നിവ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളതെന്നും പുനലൂർ ASP അപർണ IPS പറഞ്ഞു. ഈ കേസിൽ 2 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ചിക്കുരാജ് എന്നുള്ള പ്രതിയാണ് A1, A2 അവരുടെ അമ്മയായിട്ടുള്ള മിനി ആയിരുന്നു. നമ്മൾ 1-ാം തീയതി തന്നെ ഈ മിനിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ചിക്കുരാജ് ഒളിവിൽ പോവുമായിരുന്നു. നമ്മൾ ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാള് അന്വേഷണത്തിൽ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ടുള്ളതായിട്ടും അവിടെ പല സഹായികളുടെയും കൂടെ താമസിച്ചതായിട്ടും അറിയൽ കിട്ടി. അതിനുശേഷം നമ്മൾ ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പകലാണ് ഇയാളെ നമ്മളൊരു പോലീസ് ടീം പോയിട്ട് കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡിലായിട്ടുണ്ട്. സംഭവത്തിന് ശേഷം പ്രതി ചിക്കുരാജ് ഒളിവിൽ പോവുകയായിരുന്നു. അന്യസംസ്ഥാനത്തേക്ക് കടന്നു എന്ന സൂചനയെ തുടർന്ന് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതിന് പിന്നാലെ ചെന്നൈയിൽ നിന്നാണ് ഇയാൾ പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.